എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് മട്ട അരി വേവിക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു, കുറേ നാളായി ചെയ്യണമെന്ന് വിചാരിച്ചാണ്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല മയമുള്ള മട്ട അരി ചോറ് എങ്ങനെ കുക്കറിലുണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള 2 കപ്പ് അരി ഒരു പാത്രത്തിലേക്ക് അളന്നെടുക്കുകയാണ്. ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 4-5 വെള്ളത്തിൽ കഴുകി വേണം അരി എടുക്കാനായിട്ട്. കൈവച്ചിട്ട് നന്നായിട്ട് ഞെരടിയിട്ട് വേണം കഴുകാനായിട്ട്. അരിയിൽ എന്തെങ്കിലും അഴുക്കുകളോ കെമിക്കൽസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പ്രഷർ കുക്കറാണ്. നമ്മൾ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് IKEA നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുക്കറാണ്. അപ്പോൾ അതിൽ വെള്ളം എത്ര വരെ വേണം എന്നുള്ള അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരി കഴുകിയതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഭാഗം കുക്കർ നിറയുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണ നാട്ടിലുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആ മാക്സിമം എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെള്ളം വരുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നോബ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം 3 ഓപ്ഷൻസാണുള്ളത്. അപ്പോൾ ഇതിൽ 2 വരെയുള്ള ഓപ്ഷനാണ് സെറ്റ് ചെയ്യേണ്ടത്. ഈ കുക്കറുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സാധാരണ കുക്കറാണെന്നുണ്ടെങ്കിൽ വിസിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ 7 ഈ സ്റ്റവ് വെക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിലാണെന്നുണ്ടെങ്കിൽ 7 നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഗ്യാസ് അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നിങ്ങൾക്കിത് വെക്കാം. എന്നാൽ ഹൈ ഫ്ലെയിം ആകാൻ പാടില്ല. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വാൽവ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറയെ ഇപ്പോൾ പ്രഷറാണ്. ചെറുതായിട്ട് കുക്കറിൻ്റെ വിസിലൊന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കർ തന്നെ വിസിലടിക്കില്ല. വിസിലടിച്ചാലും അത് കണ്ടിന്യൂസ് വിസിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്രഷർ ഒന്ന് റിലീസ് ചെയ്തിട്ട് തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് അനക്കാതെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പ്രഷർ ബാക്കിയുള്ളത് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം. ഇനി സാധാരണ നമ്മുടെ നാട്ടിൽ കുക്കറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ബാക്കിയുള്ള പ്രഷർ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രഷർ റിലീസ് ചെയ്തിട്ട് അടപ്പൊന്ന് തുറന്നു കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അരി നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാനായിട്ട് നമ്മളിതുപോലെ ഒരു സ്ട്രെയിനറാണ് എടുക്കുന്നത്. ഈ സ്ട്രെയിനർ നമ്മൾ IKEA നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അരി ഊറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയതിന് ശേഷം നമ്മളിത് അടച്ചൊന്നും വെക്കേണ്ട. കുറച്ച് നേരം ഒന്ന് തുറന്നിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കുക. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അധികം കുഴഞ്ഞു പോകാതെയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ അരി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സമയമൊക്കെ കറക്റ്റായിട്ട് അതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഈ അരി വൈകുന്നേരം ആയപ്പോലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അരി കുറച്ചൊന്ന് കട്ടിയാകാറുണ്ട്. പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്